കേരളത്തിലെ ബി.ജെ.പിയുടെ നേതൃസ്ഥാനത്ത് ഇനി പുതിയ മുഖം. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാകും. നാളെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കോർ കമ്മിറ്റി ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. ഹിന്ദുത്വ വോട്ടുകൾക്ക് പുറമെ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് എത്താനാകുമോ എന്ന പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. ഒറ്റപ്പേരിലേക്ക് സംസ്ഥാന ഘടകം എത്താനാണ് കേന്ദ്ര നേതൃത്വം ആദ്യം നിർദ്ദേശിച്ചത്. കെ സുരേന്ദ്രൻ തുടരണമെന്ന നിലപാട് ഒരു വിഭാഗം ശക്തമായി ഉന്നയിച്ചു. ശോഭാ സുരേന്ദ്രന്റെ പേര് സുരേന്ദ്രൻ വിരുദ്ധപക്ഷം മുന്നോട്ട് വെച്ചു. സുരേഷ് ഗോപിയുടേതടക്കം പിന്തുണ തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു. സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഒറ്റപ്പേരിലേക്ക് എത്താനാവാത്ത സാഹചര്യത്തിൽ കേന്ദ്ര നേതാക്കളുടെ തീരുമാനം നിർണായകമായി. പാർട്ടിയിലേക്ക് കൂടുതൽ വിഭാഗങ്ങളെ എത്തിക്കാനുള്ള ശ്രമം വേണമെന്നതും ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും രാജീവ് ചന്ദ്രശേഖരന് തുണയായി. BDJS-നും രാജീവ് ചന്ദ്രശേഖരനോടായിരുന്നു താൽപ്പര്യം. ഞങ്ങൾ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നു. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മുൻപാകെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. പാർട്ടിയുടെ വോട്ട് വിഹിതം ഉയർത്തുകയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യാനുള്ള തന്ത്രങ്ങൾക്കാകും BJP കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറെ മുൻനിർത്തി രൂപം നൽകുക. ആദ്യ പടിയെന്ന നിലയിൽ സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കും. സ്ത്രീകൾ, യുവാക്കൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്നിവർക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതാകും പുതിയ സംസ്ഥാന കമ്മിറ്റി. വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാകില്ലെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. RSSന്റെ ഭാഗത്തുനിന്നും സംഘടനാ ജനറൽ സെക്രട്ടറിയെ കൂടി നൽകുന്നതോടെ പുതിയ ടീം BJPക്കായി സംസ്ഥാനത്ത് സജ്ജമാകും. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.